എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ. ഞാനത് വാദിക്കാൻ വരുന്നില്ല. തന്നെ, അത് തന്നെ. പക്ഷേ നമ്മളൊരു അധ്യാപികയാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ ഇതൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. കഴിഞ്ഞ ദിവസം ഇവരെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇവര് ഇവരുടെ കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന ഒരു സഹപ്രവർത്തകന് ഇവരുടെ നേരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചെന്ന്. ആരോപണം എന്നാന്ന് വെച്ചാൽ ഇവരുടെ ലൈംഗിക വീഡിയോ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൻ്റെ മുന്നിലെങ്ങാണ്ട് പോസ്റ്റർ എങ്ങാണ്ട് ഒട്ടിച്ചു വെക്കുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവരോട് കാരണം ചോദിക്കുമ്പോൾ ഇവർക്കൊരു ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനൽ തനിക്ക് കുറേ വർഷങ്ങളായിട്ട് തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഇല്ല. അപ്പോൾ തൻ്റെ നേരെ വന്നിരിക്കുന്ന ആളുകളെക്കുറിച്ച്, മോശമായി പെരുമാറിയിരിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ചാനൽ എന്നാണെന്ന് പറയുന്നത്. പക്ഷേ ഈ ചാനൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർ ആ ഒരു കാര്യങ്ങളൊന്നുമല്ല. ഈ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളുമാണ് അവർ. നമ്മൾ മക്കളെ സ്കൂളിലേക്ക്, കോളേജിലേക്ക് അയക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം, അതെല്ലാം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് അയക്കുന്നത്. ഈ ഒരു 18 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള കോളേജ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെയാണ് ഈ സൈസിലുള്ള ഒരു അധ്യാപിക പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ കാര്യം എന്താവും? ഇതുപോലെയുള്ള അധ്യാപകർ പഠിപ്പിച്ചാൽ ആ കുട്ടികളുടെ അവസ്ഥ എന്താവും? അത് ചിന്തിക്കേണ്ടതുണ്ട്. പേരൻസ് എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് അയക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയുടെ മോശമായ ഒരു പെരുമാറ്റമാണ് ഇത് കാണുന്നത്. ഇവർക്ക് സമൂഹത്തിന് മാതൃകയായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വരേണ്ട കുട്ടികളെ നല്ല വഴിയിലേക്ക് നയിക്കേണ്ട ഒരു അധ്യാപികയുടെ സംസാര രീതികളും പ്രവർത്തികളുമാണ്. ഇതിപ്പോൾ അധ്യാപകൻ പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇവരെക്കുറിച്ച് ഇങ്ങനെ തന്നെ പറയുക തന്നെ ചെയ്യണം. കാരണം അവരുടെ യൂട്യൂബ് ചാനൽ പരിശോധിച്ച് നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ആ സൈസ് രീതിയിലുള്ളതാണ്. ഒരു ഉടുപ്പുമില്ലാതെ കുളിസിയും ആ രീതി വരെയാണ് കാണിച്ചു കൊടുക്കുന്ന വീഡിയോയിൽ. പിന്നെ എങ്ങനെ പറയാതിരിക്കും? മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ കണക്കാക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോയത്. പക്ഷേ ഇപ്പോൾ ഈ ഗുരുക്കന്മാർ, കുട്ടികൾക്ക് മാതൃകയായിട്ട് വരേണ്ട ഗുരുക്കന്മാരാണ് ഈ രീതിയിലുള്ള പെരുമാറ്റവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇതിന് അവർക്ക് മേലെ നല്ല നടപടികൾ തന്നെ നടപ്പിലാക്കുക തന്നെ ചെയ്യുക തന്നെ വേണം.